ദിവസവും റെയിൽവേ പാളങ്ങളിൽ പൊലിയുന്നത് നിരവധി ജീവനുകൾ ആണ്. സംസ്ഥാനത്തെ ഏറ്റവും ഒടുവിൽ കാഞ്ഞങ്ങാട് കഴിഞ്ഞ ദിവസം 3 പേരാണ് ട്രെയിൻ തട്ടി മരിച്ചത്. പാളം മുറിച്ച് കടക്കുന്നതിനിടെയായിരുന്നു അപകടം. 1 മാസം മുൻപ് നീലേശ്വരത്ത് 2 സുഹൃത്തുക്കൾ ട്രെയിൻ തട്ടി മരിച്ചിരുന്നു. വിവിധ അപകടങ്ങളിലായി കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കേരളത്തിൽ മാത്രം 2811 പേരുടെ ജീവനാണ് പാളങ്ങളിൽ പൊലിഞ്ഞത്. 2022 1034 മരണവും 2023 1357 മരണവും ഈ വർഷം ഓഗസ്റ്റ് വരെ 420 മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ മാസം കോഴിക്കോട് ചെറുവണ്ണൂരിന് സമീപം കുണ്ടായിത്തോട് ട്രെയിൻ തട്ടി അമ്മയും മകളും മരിച്ചിരുന്നു. ഈ അപകടവും റെയിൽവേ പാളം മുറിച്ച് കടക്കുമ്പോഴായിരുന്നു. ഏപ്രിൽ മാസം തന്നെ കോട്ടയം വെള്ളൂർ സ്രാങ്കുഴി ഭാഗത്ത് ഉത്സവം കണ്ട് മടങ്ങുകയായിരുന്ന 2 വിദ്യാർത്ഥികൾ ട്രെയിൻ തട്ടി മരിച്ചിരുന്നു. എതിരെ ട്രെയിൻ വരുന്നത് കണ്ട് അടുത്ത ട്രാക്കിലേക്ക് മാറിയപ്പോൾ അതുവഴി വന്ന ട്രെയിൻ ഇടിക്കുകയായിരുന്നു. പാളം മുറിച്ച് കടക്കുമ്പോഴുണ്ടാകുന്ന അപകട മരണമാണ് ഏറ്റവും കൂടുതൽ. ട്രെയിൻ തട്ടി പരിക്കേറ്റ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരുടെ കണക്ക് പരിശോധിച്ചാൽ മരണത്തിന്റെ കണക്കിന്റെ പകുതിയോളം ഉണ്ടാകുമെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. ഓരോ വർഷം കഴിയുമ്പോഴും കേരളത്തിലെ റെയിൽവേ പാളങ്ങളിൽ മരണപ്പെടുന്നവരുടെ എണ്ണത്തിൽ വർധനവാണ് ഉണ്ടാകുന്നത്. അശ്രദ്ധ, പാളത്തിലൂടെ നടക്കുക, വണ്ടി വരുമ്പോൾ പാളം മുറിച്ചു കടക്കുക, ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറാൻ ശ്രമിക്കുക, വാതിലിന് സമീപത്ത് നിന്ന് യാത്ര ചെയ്യുക, ഇതൊക്കെയാണ് അപകടങ്ങളിലേക്കും മരണത്തിലേക്കും നയിക്കുന്ന പ്രധാന കാരണങ്ങൾ. അശ്രദ്ധയാണ് പ്രധാന വില്ലനെങ്കിലും തീവണ്ടികളുടെ എണ്ണം കൂടിയതും വേഗം കൂടിയതും ശബ്ദം കുറഞ്ഞതും അപകടം കൂടാൻ കാരണമായതായി വിദഗ്ധർ പറയുന്നു. മുൻപ് ഡീസൽ എഞ്ചിൻ ട്രെയിൻ ഓടുമ്പോഴുള്ള ഉച്ചത്തിലുള്ള ശബ്ദം പാളത്തിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്താൻ സഹായിച്ചിരുന്നു. പ്രധാന പാതകളിലെ മുഴുവൻ ട്രാക്കുകളും വൈദ്യുതീകരിച്ചതോടെ ഡീസൽ എഞ്ചിൻ മാറി ഇലക്ട്രിക് എഞ്ചിനുകളായി. ഇവയ്ക്ക് ശബ്ദം വളരെ കുറവാണ്. ട്രെയിൻ അടുത്തെത്തുമ്പോൾ മാത്രമേ ട്രാക്കിൽ പ്രകമ്പനം ഉണ്ടാവുകയുള്ളൂ. അതിനാൽ ട്രാക്കിലൂടെ നടന്നു പോകുന്നവർക്ക് ട്രെയിൻ വരുന്നത് മനസ്സിലാക്കി മാറാനുള്ള സമയം ലഭിക്കില്ല. യാത്രാ വണ്ടികൾക്കും ചരക്ക് വണ്ടികൾക്കും പുറമെ ട്രാക്കുകളിലൂടെ പതിവായി കടന്നു പോകുന്ന റെയിൽവേ മെറ്റീരിയൽ ട്രെയിനുകൾ എന്നിവയ്ക്ക് ശബ്ദം വളരെ കുറവാണ്. പാളത്തിൽ അതിക്രമിച്ച് കയറിയതിന്റെ പേരിൽ 6000-ഓളം കേസുകളും ഓരോ വർഷം കേരളത്തിലെ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ദക്ഷിണ റെയിൽവേ ചെന്നൈ ഡിവിഷനുകളിലെ ട്രാക്കുകളിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിലുണ്ടായ അപകടങ്ങളിൽ 2784 ജീവനുകൾ നഷ്ടമായിട്ടുണ്ട്. പാളം കടക്കുന്നത് തടയാൻ റെയിൽവേ 2021 ശിക്ഷയും പിഴയും ഏർപ്പെടുത്തിയിരുന്നു. പാളം മുറിച്ചു കടന്നാൽ 6 മാസം തടവും 1000 രൂപ പിഴയുമാണ് ശിക്ഷ. പാളം മുറിച്ചു കടക്കുന്നത് തടയാൻ വേലികളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പൗരരും അതൊന്നും ഗൗനിക്കാതെ എളുപ്പത്തിനായി ട്രാക്ക് മറികടന്ന് പോകുന്നതാണ് പതിവ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ ട്രാക്കുകളിൽ ട്രെയിൻ ഇടിച്ച് രാജ്യത്ത് 361 തൊഴിലാളികളുടെ ജീവനും നഷ്ടമായിട്ടുണ്ട്. ട്രാക്ക്മെൻ, ട്രാക്ക് വുമൺ, കീമെൻ, കീ വുമൺ അടക്കമുള്ള തൊഴിലാളികളാണ് മരണപ്പെട്ടത്. കേരളത്തിൽ മാത്രം 13 പേർ മരണപ്പെട്ടു. ട്രെയിൻ വരുന്നത് മുൻകൂട്ടി അറിയാൻ ഇവർക്കൊരു മാർഗവുമില്ല. ട്രെയിൻ വരുമ്പോൾ ട്രാക്കിൽ നിന്ന് മാറി നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥിതിവിശേഷം പോലും ഉണ്ടാകാറുണ്ട്. അതേസമയം റെയിൽവേ പാളവും പരിസരവും അപകട മേഖലയാണ്. ആളുകൾ ഇവിടെ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് റെയിൽവേ നിയമം. അതുകൊണ്ട് തന്നെ പാളം ഉൾപ്പെടെയുള്ള റെയിൽവേ പരിധിയിൽ തീവണ്ടി തട്ടി മരിച്ചാൽ നഷ്ടപരിഹാരം കിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.